മഅ്മറുൽ മുഅദ്ദിൻ എന്ന് പറഞ്ഞ പരിശുദ്ധമായ സുലൈമാനു തൈമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പരിശുദ്ധമായ മസ്ജിദിൽ മുഅദ്ദിനായിരുന്ന മഅ്മറുൽ മുഅദ്ദിൻ റഹ്മത്തുള്ളാഹി അലൈഹി മഹാനായ സുലൈമാനു തൈമി തങ്ങൾ ഓതുന്ന തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا. വളരെ മനോഹരമായി എല്ലാ രാത്രികളിലും അത് ഓതുന്നവർക്ക് ഖബറിന്റെ ശിക്ഷയുണ്ടാവില്ലെന്ന് ഹബീബായ നബി തങ്ങളുടെ ഹദീസുകളിലുണ്ട്. സൂറത്തു തബാറക മഹാനായ സുലൈമാനു തൈമി തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓതാൻ തുടങ്ങിയപ്പോൾ മഹാനവറുകൾ 27-ാമത്തെ ആയത്ത് فلما رأوه زلفة سيئت وجوه الذين كفروا അപ്പുറത്ത് ഓതാൻ പറ്റിയില്ല. فلما رأوه زلفة سيئت وجوه الذين كفروا. കാഫിറുകളായ ആളുകൾക്ക്, ദൈവനിഷേധം നടത്തിയ ആളുകൾക്ക്, നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ചവെക്കുമ്പോൾ, ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ണുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവപ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത്. നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും. ആ ആയത്തിങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു. ഫലമ്മാ റഅൗഹു സുൽഫ സീഅത് വജൂഹുൽ ലദീന കഫറൂ. കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം മഹാനായ സുലൈമാൻ തൈമി തങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും, ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മഅ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്ത് നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി. ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളുണ്ട്. മുസാഹബ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ്. സുബഹി ബാങ്ക് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞ് വരുമ്പോൾ മഹാനായ സുലൈമാൻ തൈമി ഓതിക്കൊണ്ടിരിക്കുകയാണ്. ഫലമ്മാ റഅൗഹു സുൽഫതൻ സീഅത് വജൂഹുൽ ലദീന കഫറൂ. അതിനപ്പുറത്തേക്ക് ഓതാൻ കഴിയുന്നില്ല. നോക്കുമ്പോൾ 6-7 മണിക്കൂർ നേരം ആ ഒരറ്റായത്തിനെ കുറിച്ച് മഹാനായ ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബ്ഹിക്ക് ബാങ്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ സുലൈമാൻ തൈമി തങ്ങൾ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞുപോയില്ല. മെഹബൂബുമായുള്ള സംസാരത്തിലാണ്, അള്ളാഹുമായുള്ള സംസാരത്തിലാണത്. ഇത് കാമുകന്മാരുടെ സംസാരം പോലെയല്ല, ഇത് ഒറിജിനൽ മെഹബൂബാണ്. ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല. ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല. ആ മെഹബൂബിന്റെ വാക്കുകളാണിത്. ഇമാം